Hello everyone, welcome back to Mary Street. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളായി ഈ വഴിക്കൊക്കെ ഒന്ന് വന്നിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു മടിയായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബേക്ക്ഡ് ചിക്കൻ പാസ്ത റെസിപ്പിയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇനിയുള്ള ഒരു 3-4 റെസിപ്പീസ് നമ്മൾ നേരത്തെ ഒരു 2 മാസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കൊണ്ട് മാത്രം അതങ്ങനെ കീപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ വീഡിയോസ് ആയിരിക്കും കാണാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, ചിക്കനും പാസ്തയും വൈറ്റ് സോസൊക്കെ യൂസ് ചെയ്ത്. ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ കീമ വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് ലെയർ ചെയ്തിട്ടും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് 2-3 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പാസ്ത വേവിച്ചെടുക്കാം. വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് പാസ്ത ചേർത്ത് വേവിക്കുകയാണ്. ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്യൂസിലെയും പിന്നെ ഈ ഒരു വളഞ്ഞിട്ടുള്ള ആ ഒരു ഷേപ്പും കൂടിയാണ് എടുക്കുന്നത് കേട്ടോ. ഒരു കപ്പ് മറ്റേ ഷേപ്പും വളഞ്ഞിട്ടുള്ള ഷേപ്പ് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് അവിടെ ഇരുന്നൊന്ന് വേകട്ടെ കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേറൊരു പാൻ വെച്ചു, അതിലേക്ക് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ചെറുതായി ഒന്ന് വാടി കഴിഞ്ഞാൽ അതിലേക്ക് സവാള ചേർക്കാം. ഒന്നും ബ്രൗൺ ആവാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്, എന്നാലും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് ഒരുപാട് മുരിയാതെ ഇട്ടെടുക്കാം. ഇനി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും എരിവിനായിട്ട് പെപ്പറോ അങ്ങനെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഫ്ലേവർ ആക്കണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പും കുറച്ച് നമ്മുടെ ഇറ്റാലിയൻ ഹെർബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒരു കുറച്ച് 200-250 ഗ്രാമോളം ഉണ്ട്, അതൊന്ന് ചേർത്തിട്ടുണ്ട്. ചെറുതായി നുറുക്കി കഴുകി വൃത്തിയാക്കിയതാണ്. അത് ചേർത്ത് കുറച്ചുകൂടെ ഉപ്പും ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു. പാസ്ത കുക്കായത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ചിക്കൻ ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു അല്പം സോയ സോസ് ചേർത്തിട്ടുണ്ട്. ലൈറ്റ് സോയ സോസ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഫിനിഷിങ്ങിനായിട്ട് നമ്മൾ പെപ്പറും അതുപോലെ തന്നെ നമ്മുടെ ഹെർബ്സും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ അങ്ങനെ ഏതെങ്കിലും ഹെർബ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ചിക്കൻ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വൈറ്റ് സോസ് ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഹീപ്പായിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മൊരിയിച്ചെടുക്കുക. അതിനുശേഷം 1 കപ്പ് പാൽ ചേർക്കുക, നന്നായി മിക്സ് ചെയ്തെടുക്കുക. വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് സോസ് പെട്ടെന്ന് ബട്ടർ മാത്രമൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പാൻ വെക്കുന്നത് മുതൽ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതായത് ഏകദേശം ഈ ഒരു തിക്നെസ് ആയപ്പം ഞാനത് ഇറക്കിയിട്ടുണ്ട്. മൈദ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം പാലൊഴിക്കാൻ ശ്രദ്ധിക്കുക, കളറ് മാറാതെ. ഇനി നമുക്കിത് ലെയർ ചെയ്യാം. അതിനായിട്ട് ഒരു ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാൻ എടുക്കുക, ഒരു പാത്രം എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കുകയാണ് ഒരു ലെയർ. അതൊന്ന് നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്തു ഒരു ലെയർ. നമ്മളിപ്പോൾ ഇവിടെ നടുക്ക് മാത്രം ചിക്കൻ വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചു, അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള പാസ്ത ഫുള്ള് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വൈറ്റ് സോസ് മുഴുവൻ ഇതിൻ്റെ മേലേക്ക് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ചീസ് മുകളിലിടാം. ഞാനിവിടെ മൊസറല്ലയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് ഭംഗിക്ക് വേണ്ടി ഒരു 3-4 ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തതും അതുപോലെ കുറച്ചൊരു ഹെർബ്സ് മുകളിലൊന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 200 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റോളാണ് ബേക്ക് ചെയ്തത്. കളർ നന്നായി ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ചീസൊക്കെ നന്നായി മെൽറ്റായി ഒന്ന് നല്ല മുരിഞ്ഞ് വരുമ്പോഴേക്കും എടുക്കാം. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്.
ഒരു ഫുൾ മീലായിട്ട് ഒരു ജ്യൂസും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിയാം. ഒരു പീസ് തന്നെ മതിയാവും. നല്ല ഹെവിയാണ് സംഭവം, ചീസും ബട്ടറും എല്ലാം ഉള്ളതല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വൈകാതെ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.